ലെറ്റ്സ് മേക്ക് യമനിലെ മെയിൻ ഡിഷായ ചിക്കൻ ഹനീത്ത്. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ചിക്കൻ ഹനീത്തിന്റെ മെയിനായ ഇൻഗ്രീഡിയന്റ് ഈ ഒരു പൊടിയാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ജീരകം ഉണ്ടെങ്കിൽ ജീരകം, ജീരകം ഉണ്ടെങ്കിൽ അല്ല, നിർബന്ധമായിട്ടും ജീരകം. ഇനിയിപ്പോൾ ജീരകം ഇല്ലെങ്കിൽ ജീരകത്തിന്റെ പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അങ്ങോട്ട് ഈ റെസിപ്പിയിൽ മെയിനായിട്ട് ഈ പൊടിയാണ് വേണ്ടത്. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി മുതലായ പൊടികളൊന്നും ഇതിൽ ആവശ്യമില്ല. ആവശ്യമുള്ള ചിക്കൻക്ക് ഒരു 3 സ്പൂൺ ഹനീത്തിന്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 2 മാഗി ക്യൂബ്. 2 മണിക്കൂർ ഇത് എന്തായാലും മാറ്റി വെക്കണം. ഈ റെസിപ്പി കണ്ടുപിടിക്കാൻ ഞാൻ വൈകി പോയിട്ടോ. നിങ്ങൾ ഇന്നമാതിരി വൈകി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയോളൂ. ഇനി ഒരു പാൻ എടുത്തിട്ട് നമുക്ക് ആ ചിക്കൻ ഇട്ടിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കന്റെ കളർ മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ചിക്കൻ വെന്തോ വെന്തില്ലേന്ന്. ഒരു ഹാഫ് കുക്ക് ആക്കിയാൽ മതി കേട്ടോ. ഒക്കെ നമുക്ക് റൈസ് സെറ്റ് ആക്കാം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളകും പിന്നെ ഒരു ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളിന്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കാം. ഇത് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് റൈസും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഡ്രൈ ലെമൺ, 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് അടിച്ച് വെച്ച് ഒറ്റ വിസിൽ വെച്ചിട്ട് തണുത്തിട്ട് എടുക്കാം. റൈസിന്റെ കാര്യം ഇവിടെ കഴിഞ്ഞ്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഹനീത്തിന്റെ 3-2 സ്പൂൺ പൊടി ഇട്ടിട്ട് നമുക്ക് ചിക്കനും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കണം. ഇനി നമുക്ക് എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് അസംബിൾ ചെയ്യണം. ആദ്യം ചോറിട്ടിട്ട് ചിക്കൻ മേളിലിട്ടിട്ട് പിന്നെ കുറച്ച് കാഷ്യൂ, ടച്ചിങ്സ് ആയിട്ട് മയോണൈസ് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ തക്കാളി സ്പൈസ് ആയിട്ടുള്ള തക്കാളി ചട്നി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.